പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം സഅദി റഹിമഹുല്ലാഹു തആലയുടെ ഫവായിദ് മുസ്തൻബത്ത് മിൻ ഖിസ്സത്തി യൂസുഫ് അലൈഹിസ്സലാം എന്ന കിതാബാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിലെ ഫവായിദുകൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. നമുക്ക് ഇന്നും നാളെയും കൂടി ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ 2 ദിവസം കൊണ്ട് ഇനിയുള്ള ഫവായിദുകളൊന്നും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഊന്നി പറയുകയും ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനിയുള്ള ശൈഖ് റഹിമഹുല്ലാഹു തആല പറയുന്ന ഒരു ഫായിദ, ومنها أنه ينبغي للعبد أن يتضرع إلى الله دائما في تثبيت إيمانه ويعمل الأسباب لذلك. അഥവാ ശൈഖ് റഹിമഹുല്ലാഹു തആല പറയുന്നത്, ഒരു മനുഷ്യൻ എപ്പോഴും എന്തൊക്കെ നിഅമത്ത് കിട്ടിയാലും അവൻ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവനായിരിക്കണം, അള്ളാഹുവിനോട് വിനയം കാണിക്കുന്നവനായിരിക്കണം. കാരണം എല്ലാ നിഅമത്തും തരുന്നത് റബ്ബാണ്. അപ്പൊ നമ്മൾ എത്ര വലിയ ഉന്നതിയിലേക്ക് എത്തിയാലും ആ റബ്ബിനോട് വിനയം കാണിക്കാൻ നിർബന്ധമാണ്. അപ്പൊ അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ തഅ്വീലുൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം. യൂസുഫ് അലൈഹി ഇസ്ലാമിന് ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്ന മറ്റൊരു ഫായിദയാണ്, യൂസുഫ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരുപാട് നിഅമത്ത് കൊടുത്തു. നുബുവത്തും സൗന്ദര്യവും അങ്ങനെയുള്ള നല്ലൊരു സ്നേഹമുള്ള ഉപ്പാനൊക്കെ അള്ളാഹ് കൊടുത്തു. അപ്പോൾ ഏറ്റവും വലിയ നിഅമത്ത് ഇൽമാണെന്ന്. കാരണം അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് ഇൽമുള്ളത് കൊണ്ടാണ്, ആ അറിവ് കൊണ്ടാണ് അത് രക്ഷപ്പെട്ടത്. അപ്പൊ അറിവിന്റെ ഒരു മഹത്വം അതിനെ അറിയിക്കുന്നു എന്ന് ശൈഖ് റഹിമഹുല്ലാഹു തആല പറയുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇബാദത്തിന്റെ ഒരു അസ്ലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒക്കെ പാടിയതായി കാണാം, ഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅ ദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി എന്നാണ്. അഥവാ ഇബാദത്തിന്റെ 2 തൂണുകൾ എന്ന് പറഞ്ഞാൽ അത് ഹുബ്ബാണ്. ഒന്ന് ഹുബ്ബാണ്, അള്ളാഹുവിനുള്ള സ്നേഹമാണ്, അങ്ങേയറ്റത്തെ സ്നേഹം. മഅദുല്ലി ആബിദി, 2 ആ ഇബാദത്ത് ചെയ്യുന്നതിന്റെ വിനയം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഇബാദത്ത് ആവുക, ശരിയായ ഇബാദത്ത് ആവുക. ഒന്ന് അള്ളാഹുവിനുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും, ഇബാദത്ത് ഇഷ്ടം ഉണ്ടാവണം. ഇബാദത്ത് ഇഷ്ടം കൊണ്ടാണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ഇല്ല അലൽ ഖാശിഈൻ എന്ന് പറയുന്നത്. പിന്നെ നിസ്കാരം ഭാരമാണ് ആർക്ക്? അള്ളാഹിനോട് ഖുശൂ ഇല്ലാത്തവർക്ക്, അള്ളാഹിന്റെ ഭയം ഇല്ലാത്തവർക്ക്, അള്ളാഹിനോട് പേടിയില്ലാത്തവർക്ക്. അതുകൊണ്ട് തന്നെ എപ്പോഴും മഹബത്തും ഖുദൂഉം തദല്ലുൽ വിനയവും ഉണ്ടാകുമ്പോഴാണ് ഇബാദത്ത് ശരിയാവുക. അപ്പൊ അതാണ് ശൈഖ് പറയുന്ന മറ്റൊരു ഫായിദ. എത്ര വലിയ നിഅമത്ത് കിട്ടിയിട്ട് റബ്ബിനോട് എപ്പോഴും വിനയമുള്ളവരായി, താഴ്മയുള്ളവരായിരിക്കണം. മറ്റൊരു കാര്യം, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ വിട്ടുവീഴ്ചയാണ്. സഹോദരങ്ങൾ അദ്ദേഹത്തെ ഇത്ര അധികം പ്രയാസപ്പെടുത്തിയിട്ടും പിന്നീട് സഹോദരങ്ങൾ വരുമ്പോൾ സഹോദരങ്ങൾ അതിന്റെ പേരിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞു യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു, അദ്ദേഹം മുഹ്സിനാണ്, ജനങ്ങളോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളാണ്. സഹോദരങ്ങളും പറഞ്ഞു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ജയിലിൽ വെച്ച് കാണുന്ന ആ 2 ആൾക്കാരും പറഞ്ഞു ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ആ ജയിലിലുള്ള വ്യക്തികളോട് യൂസുഫ് അലൈഹി ഇസ്ലാം അവരുടെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ട് അവരോട് എന്ത് ചെയ്യാൻ പറയാണ്? ഉദ്കുർനി ഇൻദ റബ്ബിക്, രാജാവിന്റെ അടുത്ത് പോയി പറയാൻ പറയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞില്ല, അയാൾ മറന്നുപോയി. പിന്നീട് 7 വർഷം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്. 7 വർഷം കഴിഞ്ഞിട്ട് ഓർമ്മ വരുന്നത്. എന്നിട്ടാണ് യൂസുഫ് നബി അത് കാണുന്നത്. അവിടെ വന്ന് കാണുമ്പോഴും ഞാൻ അന്ന് തന്നെ പറഞ്ഞു വിട്ടല്ലേ, നീ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എനിക്ക് ഇറങ്ങാൻ പറ്റൂലായിരുന്നല്ലോ എന്നൊന്നും ചോദിച്ചില്ല. കാര്യം പറഞ്ഞു കൊടുക്കാണ്. വീണ്ടും യൂസുഫ് അലൈഹി സ്വലാം ഇഹ്സാനാണ്, നല്ല സ്വഭാവമാണ്. അപ്പൊ ഇവിടെ നമുക്ക് യൂസുഫ് അലൈഹി സ്വലാം വിട്ടുവീഴ്ച ചെയ്യുക മാത്രമല്ല, അവര് ചെയ്ത ആ തെറ്റുണ്ടല്ലോ, യൂസുഫ് നബിയോട് ചെയ്ത ആ തെറ്റിനെ ഷെയ്ത്താനിലേക്ക് ചേർത്ത് പറയാം. ഇതൊരു അസ്ലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫിന്റെ 100-ാമത്തെ ആയത്തിൽ പറയാം. ആ ഒരു ആയത്തിന്റെ പകുതിയിട്ടാണ് ഷെയ്ഖ് പറയുന്നത്, മിൻ ബഅദി അൻ നസഗ അശ്ശൈത്താനു ബൈനി വബൈന ഇഖ്വതി. എനിക്കും എന്റെ സഹോദരങ്ങൾക്കിടയിലും ഷെയ്ത്താൻ നസഗ, കുഴപ്പമുണ്ടാക്കിയതിനു ശേഷം. അപ്പൊ ഈ ഷെയ്ത്താന്റെ ഒരു സ്വഭാവം പറയുന്നത്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാം തന്റെ സഹോദരങ്ങളാണ് എന്ത് ചെയ്തത്? തന്റെ സഹോദരങ്ങളാണ് യൂസുഫ് നബിയോട് കുറ്റം ചെയ്തത് എങ്കിലും അത് യൂസുഫ് അലൈഹി സ്വലാം പിന്നീട് വാപ്പാനോട് പറയുന്ന കാര്യമാണ്. യൂസുഫ് നബിയുടെ 100-ാമത്തെ ആയത്തിൽ വാപ്പ നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ് ഇപ്പൊ നിങ്ങൾ വന്നതും നിങ്ങൾ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തതൊക്കെ വ്യാഖ്യാനാണ്. എന്നിട്ട് മുമ്പ് സഹോദരങ്ങൾ ചെയ്ത വിഷയത്തെ പറ്റി യൂസുഫ് അലൈഹി സ്വലാം പറയാണ്, അൻ നസഗ അശ്ശൈത്താനു ബൈനി വബൈന ഇഖ്വതി.
എനിക്കും എന്റെ സഹോദരന്മാർക്കിടയിലും ഷെയ്ത്താൻ നസ്ഖ് ഉണ്ടാക്കിയെന്ന്, കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള. അപ്പോ ഷെയ്ത്താന്റെ ഒരു പണിയാണ് ആൾക്കാർക്കിടയിൽ പിന്നെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ഷെയ്ത്താൻ കേവലം വസ്വാസ് മാത്രമല്ല, ഷെയ്ത്താന്റെ ഒരുപാട് പണികളുണ്ട്. ഷെയ്ത്താൻ വസ്വാസിനപ്പുറം മനുഷ്യന്മാർക്ക് പല ഉപദ്രവം ഉണ്ടാക്കും. അതിൽപ്പെട്ടതാണ് ആൾക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത്. നമുക്ക് ഒരു ഹദീസിൽ കാണാം, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ. ഇബ്ലീസ് അവൻ അവന്റെ അർശ്, അവൻ ഇരിക്കുന്ന അവന്റെ സിംഹാസനം അത് സമുദ്രത്തിലായിരിക്കും ഉണ്ടാവുന്നത്. അലൽ മാ, സമുദ്രത്തിലാണ്. സുമ്മ യബ്അസു സറായാഹു, എന്നിട്ട് അവൻ അവന്റെ സൈന്യങ്ങളെ പറഞ്ഞേക്കും. അപ്പൊ ഇബ്ലീസിന് എന്തുണ്ട്? സൈന്യമുണ്ടെന്നാണ്, ജുനൂദുകളുണ്ട്. ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അഅ്ളമുഹും ഫിത്ന. അപ്പോ ഇബ്ലീസ്, അവന്റെ സൈന്യത്തിന്റെ കൂട്ടത്തിൽ ഇബ്ലീസിനോട് ഏറ്റവും അടുത്തത്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാക്കുന്ന ഷെയ്ത്താൻ ആരാണോ അവനായിരിക്കും ഏറ്റവും കൂടുതൽ സ്ഥാനം ഉണ്ടാകുന്ന ഉള്ള ആളെന്നാണ്. അപ്പൊ യജീഉ അഹദുഹും, അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഒന്ന് പറയും, ഫയഖൂൽ ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്ന കാര്യമൊക്കെ ചെയ്തു എന്ന് പറയും. ഫയഖൂൽ, അപ്പൊ ഇബ്ലീസ് പറയും, മാ സനഅത ഷൈഅൻ, നീ അവൻ ചെയ്തത്ര ഇബ്ലീസ് ഇഷ്ടപ്പെട്ട് തൃപ്തിയായിട്ടില്ല. അപ്പൊ വേറൊരാൾ വരും, എന്നിട്ട് സുമ്മാ യജീഉ അഹദുഹും, എന്നിട്ട് വേറൊരാളൊന്ന് പറയും, ഫയഖൂൽ മാ തറക്തു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി, ഞാൻ ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെയും അവന്റെ ഭാര്യയും തമ്മിൽ തെറ്റിച്ചിട്ടാണ്. അപ്പോ ഈ വ്യക്തി എന്ത് ചെയ്യും? ആ ഇബ്ലീസ് അടുത്ത് വിളിച്ചിട്ട് പറയും, നഅം അൻത, നീയാണ് ഉഷാർ എന്ന് പറയുന്നതാണ്. അവനെ പ്രശംസിക്കും, പ്രോത്സാഹിപ്പിക്കും എന്നൊക്കെയാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത്. ഈ ഹദീസ് കണ്ടോ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി തെറ്റിച്ച ഷെയ്ത്താനെ, ഷെയ്ത്താന്മാരുടെ ഇടയിൽ വെച്ച് ഇബ്ലീസ് നേതാവ് എന്തിയാണ്? പ്രശംസിക്കുകയാണ്. അപ്പൊ അത് ഷെയ്ത്താന്റെ വലിയൊരു ഒരു 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 എന്താ പറയാ, വസ്വാസിലും അപ്പുറമുള്ള ഒരു പ്രവർത്തനമാണ്. മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിക്കുക, ഇത് ഷെയ്ത്താൻ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നസ്ഗ എന്ന വാക്കിന് രണ്ടർത്ഥമാണ്. ഒന്ന്, വസ്വാസ് എന്ന മാനയ്ക്ക് ഉപയോഗിക്കും, വസ്വാസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. രണ്ട്, ഇഫ്സാദാണ്, മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക. ഏതുപോലെ സൂറത്ത് ഫുസ്സിലത്തിലൊക്കെ കാണാം, ആറാഫിലും കാണാം, وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم എന്ന് കാണാം, ആറാഫിൽ 20-ാമത്തെ ആയത്തിൽ കണ്ടോ. അപ്പൊ ഷെയ്ത്താൻ നസ്ഗ് ഉണ്ടാക്കിയാൽ അവിടെ ഒരു വസ്വാസിന്റെ ഒക്കെ മാനയ്ക്കാം. എന്നാൽ പിന്നെ യൻസഗു ബൈനഹുമാ എന്ന വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവിടെ നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. രണ്ടർത്ഥത്തിലും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രാഇന്റെ 53-ാമത്തെ ആയത്തിൽ, വകുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്ന അശ്ശൈത്വാന യൻസഗു ബൈനഹും, ഷെയ്ത്താൻ എന്ത് ചെയ്യുന്നു? അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഇസ്രാ 53-ൽ. അപ്പൊ അവിടെയൊക്കെ ഷെയ്ത്താൻ മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന എന്നാണ് ആയത്ത്. അപ്പൊ വസ്വാസിലപ്പുറം ഷെയ്ത്താന് പല പണികളുമുണ്ട്. അതിനാണ് ഈ നമ്മുടെ ഈ അദ്കാറുകളും സ്വബാഹയും ഉറങ്ങാൻ, പിന്നെ ഉറങ്ങാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥന, ഉറങ്ങാൻ പോകുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അവിടെയൊക്കെ ഷെയ്ത്താൻ വസ്വാസിനപ്പുറം ചില പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് അറിയിക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഇദാ അഖദ മൗദിഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഹദീസിൽ കാണാം, ബിസ്മില്ലാഹി വളഅതു ജംബി അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വഅഖ്സിൽ ഷൈത്വാനി എന്നാണ് ഹദീസിന്റെ ലഫ്സ്, വഅഖ്സിൽ ഷൈത്വാനി വഫുക്ക റിഹാനി വസഖിൽ മീസാനി വജ്അൽ ലി എന്നുള്ള ഒരു ദുആ കാണാൻ പറ്റും. അപ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം ഷെയ്ത്താനിന് എന്ത് ചെയ്യുക? ഷെയ്ത്താനിനെ എന്റെ അടുത്ത് നിന്ന് പിന്നെ തുർദ് ചെയ്യുക, ആട്ടി അകറ്റുക. അള്ളാഹുവെ, ഷെയ്ത്താനിനെ എന്റെ അടുത്ത് നിന്നും ആട്ടി അകറ്റണമേ എന്നാണ്. വലിയ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെട്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബിസ്മില്ലാഹി വളഅതു ജംബി അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വഅഖ്സിർ ഷൈത്വാനി വഫുക്ക റിഹാനി വസഖിൽ മീസാനി എന്നാണ് പ്രാർത്ഥന. അപ്പൊ അത് അവിടെ ഉറങ്ങാൻ നേരത്തെ എന്താണ്? ഷെയ്ത്താന്റെ പല വസ്വാസുകൾക്ക് അപ്പുറം ഷെയ്ത്താൻ ചില പണികളുണ്ട്. ആ പണി ഷെയ്ത്താൻ ചെയ്യും. അതിൽ നിന്ന് ഷെയ്ത്താൻ ആട്ടി അകറ്റാൻ വേണ്ടി പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നടന്നു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ദുആ ഉണ്ടല്ലോ. അവിടെ എന്താ? കുഫീത് വഉഖീത്, ഷെയ്ത്താനിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ കേവലം ഒരു വസ്വാസിൽ ഒതുങ്ങുന്ന കാര്യമല്ല. പക്ഷെ ഒരുപാട് ഹദീസുകൾ ആവശ്യത്തിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ ചില ഷെയ്ത്താന്മാർ വന്നു. ഹദീസിൽ കാണാൻ പറ്റും, ഇന്ന ഷൈത്താന പിന്നെ തഹദ്ദറത് തിൽക ലൈല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാം,
ബിയദിഹി ഒരുപാട് ഷെയ്ത്താന്മാർ മലയിൽ നിന്ന് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. വഫീഹിം ഷൈത്താൻ ബിയദിഹി ശുഅല, അവരുടെ കൂട്ടത്തിൽ ഒരു ഷെയ്ത്താനുണ്ട്. ആ ഷെയ്ത്താന്റെ കയ്യിൽ ഷുഅലത്തുണ്ട്. ഷുഅലത്ത് തീപ്പന്തം. തീപ്പന്തം കയ്യിൽ പിടിച്ചിട്ട് അവരുടെ ഉദ്ദേശം എന്താണ്? മിന്നാരിൻ യുരീദു അൻ യുഹ്രിഖ ബിഹാ വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ കരിക്കാൻ വേണ്ടി ആ ഷെയ്ത്താന്മാർ ഉദ്ദേശിച്ചത് എന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ മറ്റേ മറ്റേ പ്രാർത്ഥന ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശർരി മാ ഖലഖ വബറഅ വജറ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما يخرج من الأرض ومن شر ما ينزل فيها ومن شر فتن الليل والنهار എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ومن شر طارق إلا طارقا يطرق بخير എന്നൊക്കെയുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ആകാശത്ത് ഇറങ്ങുന്നതിന്റെ ഫിത്ന, ആകാശത്തേക്ക് കയറി പോകുന്ന ഫിത്ന, അങ്ങനെ അതിന്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടുന്ന ഒരു വിശാലമായ പ്രാർത്ഥന ഉണ്ട്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് സാഹചര്യം ഇതാണ്. ഷെയ്ത്താൻമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ അതിന്റെ രൂപം നമുക്കറിയില്ല, പക്ഷെ ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷെയ്ത്താൻമാരെ നശിപ്പിച്ചു കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഷെയ്ത്താൻ, ചില ആൾക്കാർ ഈ വാക്കിന് നസഗ എന്ന വാക്കിനെ വസ്വാസിൽ മാത്രം ഒതുക്കുന്നതായി കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടി ഈ വിഷയം ഒന്നുകൂടി ഊന്നി പറയാൻ കാരണം, നസഗ എന്ന് പറയുമ്പോൾ കേവലം ഒരു വസ്വാസ് മാത്രമല്ല, മറിച്ച് അതിനപ്പുറം ഷെയ്ത്താന് ചില തന്ത്രങ്ങളും കൈതുകളും ഉണ്ട് എന്നാണ്. ഒരുപാട് ഹദീസുണ്ടല്ലോ, ചില സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖ്റുജ് അദുവല്ലാഹ് എന്ന സംഭവം, ഒരു സ്വഹാബി ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്താ ഒരു പ്രയാസം, അദ്ദേഹത്തിന് എന്തൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖ്റുജ് അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അപ്പൊ വസ്വാസം ഒതുക്കാൻ പറ്റിയ കാര്യമല്ല. അപ്പൊ അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത് മിൻ ബഅദി അൻ നസഗ അശ്ശൈത്താനു ബൈനി വബൈന ഇഖ്വതി എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത് എന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഷെയ്ത്താൻ മനുഷ്യന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാം തന്റെ സഹോദരന്മാര് അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചിട്ടും കിണറ്റിൽ അദ്ദേഹത്തെ എറിയാൻ തീരുമാനിച്ചിട്ടും എന്ത് ചെയ്തത്? യൂസുഫ് അലൈഹിസ്സലാം ആ പ്രവർത്തനത്തെ ഷെയ്ത്താനിലേക്ക് ചേർത്തി പറഞ്ഞു. കാരണം ഷെയ്ത്താന്റെ പണിയാണ് പിന്നെ ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത്. അടുത്തൊരു ഫായിദ ശൈഖ് റഹിമഹുല്ലാഹു തആല പറയുന്നത്, മാ ഫി ഹാദിഹിൽ ഖിസ്സത്തിൽ അദീമ മിൻ ബറാഹിൻ അലാ റിസാലത്തി മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനുള്ള തെളിവാണ്. കാരണം ഈ ചരിത്രം ഇത്ര വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലൊന്നും ഈ രൂപത്തിൽ പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ റിസാലത്തിന്റെ ഒരു തെളിവ് കൂടിയാണ്. അടുത്തൊരു അധ്യായത്തിൽ ശൈഖ് റഹിമഹുല്ലാഹു തആല ഒരു വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പറയുന്നത്. ഈ സൂറത്തിലെ ഒരു ആയത്ത് കാണാം, അഥവാ ഈ ഇംറഅത്തുൽ അസീസ്, രാജാവിന്റെ ഭാര്യ ഉണ്ടല്ലോ, കൊട്ടാരത്തിലെ രാജാവിന്റെ ഭാര്യ ഈ കാര്യം സമ്മതിക്കുന്നുണ്ട്, അവരാണ് ചെയ്തതെന്നും അവർക്ക് സംഭവിച്ചു പോയതാണെന്നൊക്കെയുള്ള കാര്യം അംഗീകരിച്ചതിന് ശേഷം അവര് പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞത് യൂസുഫ് അലൈഹി ഇസ്ലാം ആണെന്നൊക്കെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു കാണാം. അത് അത്ര ശരിയായ ഒരു തഫ്സീറല്ല. കാരണം തൊട്ടു മുമ്പുള്ള ആയത്തൊക്കെ ആ ഇംറഅത്തുൽ അസീസിന്റെ ഖൗല് പറഞ്ഞു വരികയാണ്. അതിന് ശേഷം തുടർച്ചയായി പറയുന്ന കാര്യമാണ്. അവര് പറയാനുള്ള കാരണം, അവര് ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനം ചെയ്ത സ്ത്രീയാണല്ലോ, അപ്പൊ അവരിങ്ങനെ ഒരു നല്ല കാര്യം പറയാൻ ചാൻസ് ഇല്ല എന്ന നിലക്കാണ് ചില മുഫസ്സിരിങ്ങൾ ഇംറഅത്തുൽ അസീസ് പറഞ്ഞതല്ല എന്ന നിലയ്ക്ക് പറഞ്ഞത്. പക്ഷെ അത് എത്ര മോശപ്പെട്ട ആൾക്കാരാണെങ്കിലും പിന്നീട് മനസ്സിലാക്കാൻ ഉണ്ടാകാം, തൗബ പിന്നെ മാറാൻ മനസ്സ് മാറ്റം ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അവരുടെ കൗലാണ്, ഇംറഅത്തുൽ അസീസിന്റെ കൗലായി കൊണ്ട് തന്നെയാണ് അധികം മുഫസ്സിരിങ്ങൾ പറഞ്ഞത്. അവര് പറയാണ്, ഇന്ന നഫ്സ, തീർച്ചയായും നഫ്സ്, ലഅമ്മാറത്തുൻ ബിസ്സൂ, തിന്മയിലേക്ക് അങ്ങേയറ്റം. അമ്മാറ ഫഅല വസൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി എക്സ്ട്രീമാണ്, അതിന്റെ ഒരുപാട് അത് കൽപ്പിച്ചുകൊണ്ടിരിക്കും. അമറ എന്നതിന്റെ കുറച്ച് എക്സ്ട്രീം വേർഷനാണ് അമ്മാറ, ഫഅല വസനാണ്. അത് അമറനെ കൽപ്പിക്കുക, അമ്മാറ ശക്തമായി കൽപ്പിച്ചുകൊണ്ടിരിക്കും. ഇല്ലാ മാ റഹിമ റബ്ബി, അള്ളാഹു കാരുണ്യം കാണിച്ചൊഴികെ, കാരുണ്യം കാണിച്ചു ഒന്നുകാൻ കാരുണ്യം കാണിച്ച നഫ്സുകൾക്ക് ഒഴികെ ബാക്കി എല്ലാ നഫ്സുകൾക്കും, ആ നഫ്സുകൾ അമ്മാറത്തും ബിസ്സു ആയിരിക്കും. അതിന് തിന്മയോട് ഒരുപാട് ചായ്വ് ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചാലാണ് ഈ ഒരു നഫ്സിൽ നിന്നും ഒക്കെ മാറാൻ കഴിയുക.
നഫ്സ് നമുക്കിപ്പോ മനസ്സിലാക്കേണ്ട വിഷയം, എല്ലാ തിന്മകളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഷെയ്ത്താനല്ല. ചില കാര്യങ്ങൾ നഫ്സിന്റെ പ്രകടനം ഉണ്ടാവും. നഫ്സിന് അങ്ങനത്തെ ചില സ്വഭാവം ഉണ്ടാവും. നഫ്സിന് ചില ഷർറുകളുണ്ട്. അതാണല്ലോ ഖുത്ബത്തുൽ ഹാജത്തില് നമ്മൾ എല്ലാ ഖുത്ബയിലും കേൾക്കുന്നതാണ്. വമിൻ ഇന്നൽ ഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ. നഫ്സുകളുടെ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടുന്നു. ശുറൂരി അൻഫുസിനാ. അപ്പൊ നഫ്സിന് ചില ഷർറുണ്ട്. അതുപോലെ തന്നെ അദ്കാർ സ്വബാഹിൻ മസൈൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ത്? اللهم فاطر السماوات والارض عالم الغيب والشهاده رب كل شيء وليك. അവിടെ കാണാൻ പറ്റും എന്താണ്? ومن شر نفسي ومن شر الشيطان. രണ്ടും വേറെ വേറെ പറഞ്ഞോ. മിൻ ശർരി നഫ്സും പറഞ്ഞു, മിൻ ശർരി ഷൈത്താനും പറഞ്ഞു. അപ്പൊ ഷൈത്താന്റെ ഷർറ് വേറെ, നഫ്സിന്റെ ഷർറ് വേറെ. നഫ്സിന് ചില ഷർറുകളുണ്ട്. നമ്മൾ നഫ്സിന്, ഉലമാക്കൾ പറയാറുണ്ട്, നഫ്സിനെ കുട്ടികളെ നമ്മൾ നോക്കൂല, തർബിയത്ത് എടുക്കൂല, അതേപോലെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നഫ്സ്. കാരണം അത് പെട്ടെന്ന് തിന്മയിലേക്ക് ചാഞ്ഞു പോകും. നമ്മൾ ഒരു കാര്യം അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നഫ്സിനെ നമ്മൾ ആ തിന്മ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഷെയ്ത്താന്റെ വസ്വാസിന്റെ ആവശ്യമില്ല, ആ നഫ്സ് അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിന്റെ വിഷയം 20 പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്കാർ സ്വബാഹിൽ നഫ്സിന്റെ ഷർറിൽ നിന്ന് പ്രത്യേകം ശരണം തേടിയത്. എന്നാൽ മറ്റു ചില നഫ്സുണ്ട്. സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞതുപോലെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ നഫ്സ്, അങ്ങനെയുള്ള നഫ്സിനാണ് ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ എന്ന് പറയാം. അള്ളാഹുലേക്ക് തൃപ്തനായിക്കൊണ്ട്, തൃപ്തിപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുലേക്ക് മടങ്ങാൻ മുത്മഇന്നത്തായ നഫ്സ്. ആ നഫ്സിനാണ് എന്ത് ചെയ്യാൻ കഴിയുക? ആ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. വേറെ നഫ്സ് പറഞ്ഞു നഫ്സുൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന നഫ്സ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ തിന്മ ചെയ്തതിനു ശേഷമായിരിക്കും എന്തിനാ ചെയ്തത് എന്നതിലേക്ക് കുറ്റപ്പെടുത്തുക. അപ്പൊ അത് ശരിയല്ലെന്നാണ്. മുത്മഇന്നത്തായ നഫ്സാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന കിതാബിൽ 3 തരം ഹൃദയങ്ങളെ പറ്റി പറയുന്നുണ്ട്. നഫ്സ് കൽബും വ്യത്യാസമുണ്ട് ചെറിയ. ചിലപ്പോൾ നഫ്സ് കൽബ് എന്ന മനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നഫ്സ് കൊണ്ട് ഉദ്ദേശം നമ്മുടെ ആത്മാവാണ്, സോൾ എന്നൊക്കെ പറയൂലേ. അപ്പൊ കൽബിനെ തക്സീം ചെയ്യാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. അവിടെ അദ്ദേഹം പറയുന്ന കൽബ് 3 രൂപത്തിലാണ്. കൽബ് മരീദായ കൽബ്, രോഗമുള്ള കൽബ്, സലീമായ കൽബ്, സ്വഹീഹായ കൽബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ഖ് തക്സീം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് വെച്ചാല് സ്വഹീഹ കൽബ് പറയുമ്പോൾ നന്മകളുള്ള കൽബാണ്. മരീദ് കൽബിൽ മയ്യത്ത്, ഒന്ന് കൽബിൽ മയ്യത്താണ്. അപ്പൊ തിന്മകൾ മാത്രമേ ആ കൽബിലുള്ളൂ, തിന്മകൾ മാത്രമേ ആ കൽബ് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കൽബ് കൽബിൽ മയ്യത്താണ്, മരിച്ച മനസ്സാണ്. അതാണ് കുഫാറുകളുടെ മനസ്സ്. 2 കൽബിൽ മരീദാണ്, രോഗമുള്ള കൽബുകൾ. ആ കൽബിൽ നന്മ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവും, അതിനോടൊപ്പം തിന്മയോട് ഇഷ്ടം ഉണ്ടാവും. നന്മയോട് ഇഷ്ടം ഉണ്ടാവും, തിന്മയോട് ഇഷ്ടം ഉണ്ടാവും. ഇതാണ് കൽബിൽ മരീദ്. മൂന്നാമത്തെ ഒരു കൽബാണ് കൽബ് സലീം, സമാധാനമുള്ള കൽബ്. ആ കൽബിനെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് സമ്പത്തോ സന്താനമോ ഉപകരിക്കാത്ത ആ സമയത്ത് കൽബുൻ സലീമായി വരുന്ന ആൾക്കാർക്കാണ് വിജയിക്കാൻ കഴിയുക. ആർക്കും അവിടെ ഒന്നും ഉപകാരപ്പെടുകയില്ല, അവരുടെ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഈ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ റമദാൻ മാസത്തിൽ ചില ആൾക്കാർ ചോദിക്കും, എന്താണ് റമദാൻ ആയിട്ട് പോലും ചില തിന്മകൾ മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയും. അപ്പൊ അതിന്റെ കാര്യം ഇതാണ്, ചില കാര്യങ്ങൾ നഫ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ പിന്നെ ഷെയ്ത്താന്റെ വസ്വാസിന്റെ ആവശ്യമില്ല. ഷെയ്ത്താനെ കെട്ടിയിട്ടാലും നഫ്സ് അതെന്ത് ചെയ്യും? അതിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറഞ്ഞത് എന്താണ്? വമ്മ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. ഹവയിൽ നിന്ന് നഫ്സിനെ നഹി ചെയ്യണം, പറഞ്ഞു വെക്കണം, എങ്കിലാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഇംറാത്തുൽ അസീസ് ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നഫ്സ് തിന്മയിലേക്ക് അങ്ങേയറ്റം ക്ഷണിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല ഈ നഫ്സിനെ റെഡിയാക്കാൻ ഒരു ദുആ പറയാം. ഇസ്ലാഹി നഫ്സിഹി, നഫ്സിനെ ഇസ്ലാഹ് ചെയ്യാൻ അങ്ങേറ്റം പണിയെടുക്കണം. ഷെയ്ഖ് പറയാൻ അല്ലാഹുമ്മ യഹ്ദിനി ലി അഹ്സനിൽ അഅമാലി വൽ അഖ്ലാഖ്. അല്ലാഹു ഏറ്റവും നല്ല കർമ്മങ്ങളിലേക്കും സ്വഭാവത്തിലേക്കും അല്ലാഹു നീ എന്നെ പിന്നെ വഴി നടത്തണമേ. ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ലാ അൻത. അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹു നീ അല്ലാതെ എന്നെ വഴി നടത്തുകയില്ല. വസ്രിഫ് അന്നി സയ്യിഅൽ അഅമാൽ വൽ അഖ്ലാഖ്. അതുപോലെ തന്നെ മോശമായ സ്വഭാവത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ തിരിച്ചുവിടണമേ. ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അൻത. മോശമായ പ്രവർത്തനത്തിൽ നിന്ന് അല്ലാഹുവേ നീ അല്ലാതെ തിരിച്ചുവിടാൻ മറ്റാരുമില്ല എന്ന് ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസ് ദുആ അദ്ദേഹം ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല കൊടുക്കുകയാണ്.
അപ്പോ നഫ്സിനെ നല്ല രൂപത്തിൽ നമ്മൾ നന്നാക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഷേഖ് റഹിമഹുല്ലാഹു തആല പറയുന്നത്. പിന്നെ പറയുന്നത് ഇൽമിന്റെ മഹത്വമാണ്. അദ്ദേഹത്തിന് ഒരുപാട് നിഅമത്തുകൾ കിട്ടിയെങ്കിലും ഇൽമാണ് അദ്ദേഹത്തെ രക്ഷിച്ചതും ഈ വലിയ സ്ഥാനത്തേക്ക് ഈജിപ്തിന്റെ അസീസായി മാറാൻ കാരണമായത് അദ്ദേഹത്തിന്റെ ഇൽമാണ്. പിന്നെ മറ്റൊരു ഫായിദ പറയുന്നത് രോഗങ്ങൾ, അതുപോലെ തന്നെ മരുന്ന്, പിന്നെ റബ്ബാനിയായ മരുന്നുകളുമുണ്ട്. കേവലം മരുന്നുകൾ കൊണ്ട് മാത്രമല്ല രോഗങ്ങളും മറ്റും മാറുന്നത്. മറിച്ച് മരുന്നുകൾ അസ്ബാബാണല്ലോ, ഒരു കാരണമാണല്ലോ. ഗുളികയും മരുന്നൊക്കെ കാരണമാണ്, രോഗം മാറാനുള്ള കാരണമാണ്. അത് മാത്രമല്ല റബ്ബാനിയായ ചില കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ അദ്ദേഹത്തിന്, യാക്കൂബ് അലൈഹി ഇസ്ലാമിന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ യൂസുഫ് നബിയുടെ ഒരു കമീസ് കൊണ്ടുപോയി ഇടുമ്പോഴാണ് അത് മാറുന്നത്, ആ കാഴ്ച തിരിച്ചു കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവം കാണാം. അപ്പൊ പിന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാം, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ രോഗം മാറാൻ അവിടെ വെള്ളത്തിൽ പോയി, ആ വെള്ളത്തിൽ കാലുമുക്കി ഒന്ന് പിന്നെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ വൃത്തിയാക്കുമ്പോഴാണ്, കുളിച്ചൊക്കെ വൃത്തിയാക്കുമ്പോൾ അതിന്റെ രോഗം മാറുന്നത്. അപ്പോ റബ്ബാനിയായ ചില മരുന്നുകളുമുണ്ട് എന്നാണ് മറ്റൊരു പിന്നെ ഫായിദയായിട്ട്. അതവിടെ മനുഷ്യത്തിന്റെ ഭാഗമാണ്, അള്ളാഹു കൊടുത്ത നിയമത്താണ്. ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല പറയുന്നത് അള്ളാഹുവാണ് രോഗം മാറ്റുന്നതെന്ന ചിന്ത ഉണ്ടാവാം, മരുന്നല്ല എന്ന ചിന്ത ഉണ്ടാവാം. മരുന്ന് സബബാണ് എന്നൊരു കാര്യം. പിന്നെ അള്ളാഹുവിന്റെ ശരീഅത്ത് നടപ്പിലാക്കിയാലാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാവാതിരിക്കുക എന്നൊരു ഫായിദ. വിശദീകരിച്ചിട്ട് ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ ശരീഅത്ത് നടപ്പിലാക്കുമ്പോഴാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുക, ഭൂമിയിൽ നന്മ ഉണ്ടാവുക എന്നാണ് ഇതിലെ മറ്റൊരു ഫായിദ. പിന്നെ നല്ല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു വാങ്ങുക, ഖൈറാത്തുകളിലേക്ക് മുന്നിട്ട് വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ സൂചിപ്പിച്ചു പോകാൻ വിചാരിക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്തിനെ തിരിച്ചറിയാം. യൂസുഫ് അലൈഹി സ്വലം ഇതൊക്കെ കിട്ടിയിട്ട് പറഞ്ഞു, ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, ഇതൊക്കെ ഇത്രയൊക്കെ തന്ന ആരാണ്, എന്റെ ഒന്നുമല്ല. ദാലിക മിൻ ഫദ്ലില്ലാഹി, നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമാണ്, നമുക്ക് എന്ത് കിട്ടിയാലും ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, അള്ളാഹുവാണ് ഈ ഫദ്ൽ തന്നത് എന്ന് പിന്നെ നമ്മൾ പറയണം. വുജൂബുൽ ഇഅ്തിറാഫ് ബിനിഅമില്ലാഹി ദീനിയ വദുനിയവി, ദീനിയായതും ദുനിയവിയുമായതുമായ അള്ളാഹുവിന്റെ നിഅമത്തുകളെ തിരിച്ചറിയൽ നിർബന്ധമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ ചേർത്ത് പറയുക എന്നതാണ്. ശരി, സമയല്ലേ? ബാക്കി നമുക്ക് അതിനിപ്പോ 2 ഫസലാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേഗം സൂചിപ്പിച്ചു പോവാം ഇൻഷാ അല്ലാഹ്. അതിന്റെ സബറും ജമീലുമായി ബന്ധപ്പെട്ട 2 സ്ഥലത്ത് യാക്കൂബ് അലൈഹി സ്വലാം സബറും ജമീൽ എന്ന് പറഞ്ഞാണ്. അതിന് ചെറിയ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. هذا والله سبحانه وتعالى أعلم، وصلى الله وسلم على نبينا محمد. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.